കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി, ഡിവൈൻ ധ്യാന മന്ദിരത്തിൻ്റെ എന്നും ഒപ്പം നിന്നിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ്, നവോത്ഥാന കേരളത്തിൻ്റെ നായകൻ, കരങ്ങളടിച്ച് നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്വീകരിക്കാം. ഈ ധ്യാനമന്ദിരത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള, ഈ ധ്യാനമന്ദിരത്തിന്റെ ആപൽ ഘട്ടങ്ങളിലെല്ലാം എഴുന്നേറ്റ് നിന്ന് പനക്കലച്ചനോടൊപ്പം നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കരങ്ങൾ ഉയർത്തി അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. കരങ്ങൾ ഉയർത്തി അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മൂന്നാമത്തെ തവണയാണ് നമ്മളെ സന്ദർശിക്കുന്നത്. ഇരിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സദസ്സിനും സ്വാഗതം ആശംസിക്കുന്നതിന് ഞങ്ങൾ ഒരു കാര്യം ഇവിടെ ഓർത്തു പോവുകയാണ്. ഈ ധ്യാനമന്ദിരത്തിനെതിരെ ധാരാളം ശത്രുക്കൾ, കുബുദ്ധികൾ ഈ ധ്യാനമന്ദിരത്തെ തകർക്കാൻ ഒരുങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഈ ഇരിക്കുന്ന മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഒരു ദിവസം ആ സഖാവ്, ആ നേതാവ് ഈ ധ്യാനമന്ദിരത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ നടുവിൽ നമ്മളെ രക്ഷിക്കാൻ കടന്നു വന്നിട്ട് ഈ 14 സ്നേഹ സ്ഥാപനങ്ങളെയും കണ്ട് പത്രക്കാരോട് പറഞ്ഞു, ഞാനുണ്ടെങ്കിൽ ഡിവൈനും ഉണ്ടാകും, പനക്കലച്ചൻ ധൈര്യമായിരുന്നുള്ളൂ. അതാണ് ഞങ്ങളുടെ ചങ്കിൽ. അതുമാത്രം മതി ഞങ്ങൾക്ക്. ഒരു ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് ആ ഓർമ്മ മതി. ആദരപൂർവ്വം ബഹുമാനപൂർവ്വം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാം പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളും. പനക്കലച്ചൻ